ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു IT പാർക്കായ നമ്മുടെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ഫ്രഷേഴ്സിനായിട്ട് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഒരു കമ്പനിയിലാണ് നിരവധി പൊസിഷനിൽ വേക്കൻസീസ് വന്നിട്ടുള്ളത്. അതുകൂടാതെ പാർട്ട് ടൈം ജോലികൾ നമ്മുടെ കൊച്ചി കാക്കനാടിൽ തന്നെ പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള ഒരു അവസരവും വന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ ഒരു സാലറി വരുന്നത്, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, എങ്കിലും പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു, കൊച്ചി ഇൻഫോ പാർക്കിലാണ് ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ടെലിയസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ വിവിധ പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ജാവ ഡെവലപ്പർ പോസ്റ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ജാവ ഡെവലപ്പർ പൊസിഷനിൽ തന്നെ ജാവ ഫ്രഷറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതേപോലെ ജാവ ട്രെയിനിയുടെ വേക്കൻസിയും വന്നിട്ടുണ്ട്. സോ ഇത് രണ്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ പൊസിഷൻസ് ആണ്. ഇനി ജാവ ഡെവലപ്പർ മേഖലയിലൊക്കെ 1 year വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ജാവ ഡെവലപ്പർ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ബിടെക് അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ്. പിന്നെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള നോളേജ് വേണം എന്നവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രഷേഴ്സ് ആണെങ്കിലും ഇനി എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV എന്ന് പറയുമ്പോൾ കറക്റ്റ് ഫോൺ നമ്പർ, ഇമെയിൽ ID, കാര്യങ്ങൾ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു CV വേണം നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട്. അയച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജാവ ഫ്രഷർ എന്നൊരു പോസ്റ്റിലേക്കാണെങ്കിൽ സബ്ജക്ട് ടാഗിൽ ജാവ ഫ്രഷർ ജോബ് ആപ്ലിക്കേഷൻ എന്നുകൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക. സോ അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവരുടെ ഇമെയിൽ ID വരുന്നത് jobs@telias.com എന്നാണ്. അവരുടെ വർക്ക് ലൊക്കേഷൻ വരുന്നത് ടെലിയസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, 94 ഇൻഫോ പാർക്ക്, കാർണിവൽ ബിൽഡിംഗ്, SEZ phase 1, കാക്കനാട്, ഇന്ത്യ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ അവരെ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ആദ്യം വന്നിട്ടുള്ള വേക്കൻസി. അടുത്ത വന്നിട്ടുള്ള വേക്കൻസിയും സെയിം കമ്പനിയിൽ തന്നെയാണ്. സെയിം കമ്പനിയിൽ ഫ്ലട്ടർ ഡെവലപ്പേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഫ്ലട്ടർ ഡെവലപ്പേഴ്സ് പൊസിഷനിൽ ഇപ്പോൾ ഒരുപാട് വേക്കൻസീസ് ഈ അടുത്ത കാലത്തായിട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കമ്പനിയിലും ഫ്ലട്ടർ ഡെവലപ്പർ പൊസിഷനിലേക്ക് ഫ്രഷേഴ്സിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ബിടെക്, BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഫ്ലട്ടർ മേഖലയിൽ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മോർ പ്രയോറിറ്റി അവർ നൽകുമെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സെയിം ഇമെയിൽ ID തന്നെയാണ് വരുന്നത്, jobs@telias.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത് രണ്ടുമാണ് കൊച്ചി ഇൻഫോ പാർക്കിൽ ഫ്രഷേഴ്സിനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി. ഇനി അടുത്ത ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പാർട്ട് ടൈം ജോബാണ്. അതായത് പഠനത്തോടൊപ്പം ജോലി എന്നൊരു അവസരം നൽകിക്കൊണ്ടൊരു കമ്പനി ഇപ്പോൾ നിരവധി പൊസിഷനിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. AR കോളേഴ്സ് എന്നൊരു പൊസിഷനിലാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. കമ്പനിയുടെ പേര് വരുന്നത് ഐറിസ് മെഡിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, CSEZ കാക്കനാടാണ്. ഇതൊരു പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് വരുന്നത്. അതായത് ഒരു ഫുൾ ടൈം ജോലിയല്ല, പാർട്ട് ടൈം ജോലിയാണ് വരുന്നത്. ഇതിന്റെ വർക്കിംഗ് ടൈം വരുന്നത് ഈവനിങ് 5 മണി തൊട്ട് ഈവനിങ് നൈറ്റ് 11:30 വരെയാണ്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, US-ലുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഫോളോ അപ്പ് കോൾസ് ചെയ്യുക. ഇതിൽ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആക്സെൻ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇൻ ഫ്യൂച്ചർ. മറ്റ് കമ്പനീസിലൊക്കെ ഹയർ ചെയ്യുമ്പോൾ ഈ ഒരു US ആക്സെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അവിടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണത്. അത്യാവശ്യം നല്ലൊരു സാലറിയും അവർ പറയുന്നുണ്ട്. പാർട്ട് ടൈം ജോബ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സാലറിയാണ്. മന്ത്ലി 10,500 to 12,500 rupees വരെ അവർ പാർട്ട് ടൈം മന്ത്ലി സാലറി പറയുന്നുണ്ട്.
പിന്നെ ഇതിൽ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഗ്രാജുവേറ്റ്സ് ഓൺ ഗോയിങ് ഗ്രാജുവേറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി കാൻഡിഡേറ്റ്സിനോ PG കാൻഡിഡേറ്റ്സിനോ PG സ്റ്റുഡൻസിനൊക്കെയാണ് അവർ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വർക്ക് ലൊക്കേഷൻ ഇൻസൈഡ് CSEZ കാക്കനാടാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. ഈ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും വേക്കൻസീസ് ആണ് നമ്മുടെ ടെലിയസ് ടെക്നോളജീസിലും ഈ ഐറിസ് മെഡിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലുമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്